ബ്രിട്ടാസും കെ എം ഷാജി എന്ന് പറയുമ്പോഴത്തേക്ക് രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധിയേക്കാൾ വലിയൊരു പ്രതിപക്ഷ നേതാവായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പറഞ്ഞ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത്. ആ ജോൺ ബ്രിട്ടാസിന് മുമ്പിലൊക്കെ ആരാണ് കെ എം ഷാജി? കെ എം ഷാജി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കെ എം ഷാജിക്ക് വിഴുങ്ങേണ്ട ഗതികേടല്ലേ ഉണ്ടായേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ PM ശ്രീ ഞങ്ങൾ അറബിക്കടലിൽ ഒഴുക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്താ ഒഴുക്കാത്ത എന്താണ്? നമ്മൾ ഇതിനു മുമ്പും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മലപ്പുറം ജില്ലയിൽ അനുവദിക്കപ്പെടുന്ന സ്കൂളുകളിൽ പലതും ഇൻഡിവിജ്വൽസിൻ്റെ പേരിലാണ്, വ്യക്തികളുടെ പേരിലാണ്, അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ആളുകളുടെ പേരിലാണ്. അവിടെയുള്ള ഒരു മുസ്ലിം സമുദായ സംഘടനകൾക്കോ അല്ല ഇത് ലഭിക്കുന്നത്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ബുദ്ധിപൂർവമായിട്ട് കേരളം നീങ്ങിക്കഴിഞ്ഞാൽ ഈ 2027 വഴി ഈ പദ്ധതി അവസാനിക്കും. 2027 വഴി പദ്ധതി അവസാനിക്കും. വളരെ തന്ത്രപരമായിട്ട് വേണമെങ്കിൽ മുമ്പോട്ട് പോകാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സിലബസിൽ ഇടപെടലുകൾ ഉണ്ടാവും. നമസ്കാരം. നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു കാലം ഏറ്റവും സ്റ്റാറായി നിന്നൊരു നേതാവ് എന്ന് പറയുന്ന ഒരാൾ ജോൺ ബ്രിട്ടാസ് ആയിരിക്കും. പലപ്പോഴും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന പ്രകടനം വരെ അദ്ദേഹം നടത്തിയിരുന്നു. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDF-നെ ഒന്നാകെ, പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഏറ്റവും വിവാദപൂർണമായൊരു പരാമർശം നടത്തിയ കെ എം ഷാജി അടക്കം വിമർശിക്കുന്ന ഒരു പരാമർശം നടത്തിയിരുന്നു. ഇതിനോടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കെ എം ഷാജി നൽകിയ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇതിൽ ഒപ്പിടാൻ പാലം വലിച്ച ബ്രിട്ടാസിനോട്, അതായത് അയാളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന മറുപടിയായിരുന്നു. മാധ്യമങ്ങൾ ഈ ചോദ്യം കെ എം ഷാജിയോട് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ വിഷയത്തിൽ അത്രയും വാർത്താ പ്രാധാന്യമുള്ളൊരു പ്രസ്താവന നടത്തിയ ആളെന്ന നിലയിൽ അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണോ എന്തോന്നറിയില്ല, ബ്രിട്ടാസിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ കെ എം ഷാജിയും ഈ ബ്രിട്ടാസും ഒരേ ത്രാസിൽ അളക്കപ്പെടുന്നവരാണോ? ബ്രിട്ടാസും കെ എം ഷാജി എന്ന് പറയുമ്പോഴത്തേക്ക് രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കെ എം ഷാജി എന്ന് പറയുന്നത് ഒരു MSF-ൻ്റെ നേതാവോ യൂത്ത് ലീഗിൻ്റെ നേതാവോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവോ മാത്രമല്ല. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. അപ്പോൾ ഒരു മന്ത്രി സംസാരിക്കേണ്ട ഭാഷയുണ്ട്. ആ ഭാഷ എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ സമാന വയസ്സിലുള്ള മറ്റു മന്ത്രിമാരുണ്ട്. ഇപ്പോൾ M ലിജു, അതോടൊപ്പം തന്നെ T സിദ്ദിഖ്, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, OJ ജനീഷ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് മറ്റ് പാർട്ടിക്കാരെക്കുറിച്ചും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ചും അവരുടെ നേതാക്കന്മാരെക്കുറിച്ചും ഒക്കെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് കണ്ടു പഠിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ മലപ്പുറത്തുള്ള കുറേ പാവം പിടിച്ച മനുഷ്യരെ മതം പറഞ്ഞും അതല്ലെങ്കിൽ അവരെ ആവേശം കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയും അവരെ പറ്റിക്കുന്നത് പോലെ കേരളത്തിലെ പൊതുസമൂഹത്തെ മൊത്തം പറ്റിക്കാം കരുതി കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഈ ജയന്ത് ചൗധരി എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി UDF-നിട്ടും LDF-നിട്ടും നല്ല പണിയാണ് പാർലമെന്റിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ LDF-ന് വെച്ചിരിക്കുന്ന പണി അവർക്ക് ഏക്കത്തില്ല. അത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു MP പാർലമെന്റിലേക്ക് പോകുന്നത് എന്തിനുവേണ്ടാണ്? സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ രാജ്യസഭയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭ MP ആയിട്ട് അവിടെ പോയിരിക്കുന്നത്. ആ സമയത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട്, അതുകൂടാതെ തന്നെ SSK ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യാഭ്യാസ പ്രോഗ്രാമുകളുടെ പണം സംസ്ഥാന സർക്കാരിന് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ PM ശ്രീയിൽ ഒപ്പുവെക്കണം എന്നുള്ളൊരു നിബന്ധന കേന്ദ്ര സർക്കാർ മുൻപോട്ട് വയ്ക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്രമൈസ് ചർച്ചകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നെഗോഷിയേഷൻസിന് ജോൺ ബ്രിട്ടാസ് പോകുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അദ്ദേഹത്തിന്റെ ജോലി അതല്ലേ. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കാൻ വേണ്ടിയല്ലേ ലോക്സഭ MP-മാരെ നമ്മൾ 20 പേരെ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയധികം തിളങ്ങി നിൽക്കുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവുണ്ടോ? രാഹുൽ ഗാന്ധിയേക്കാൾ വലിയൊരു പ്രതിപക്ഷ നേതാവായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പറഞ്ഞ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത്. ആ ജോൺ ബ്രിട്ടാസിന് മുമ്പിലൊക്കെ ആരാണ് കെ എം ഷാജി? നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, ആരാണ് കെ എം ഷാജി? കെ എം ഷാജി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കെ എം ഷാജിക്ക് വിഴുങ്ങേണ്ട ഗതികേടല്ലേ ഉണ്ടായേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ PM ശ്രീ ഞങ്ങൾ അറബിക്കടലിൽ ഒഴുക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്താ ഒഴുക്കാത്ത എന്താണ്? ഇന്നലെ ജയന്ത് ചൗധരി എന്താണ് പാർലമെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അഡ്വക്കേറ്റ് JV മേത്തറുടെ MP-യുടെയും അതോടൊപ്പം തന്നെ PV അബ്ദുൽ വഹാബ് MP-യുടെയും ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ PM ശ്രീ പദ്ധതിയിൽ ഒരു സ്കൂളിനെ പോലും നിർദ്ദേശിക്കാത്ത 2 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് കേരളവും ഒന്ന് തമിഴ്നാടും. വേണമെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിൻവാങ്ങാം എന്നുകൂടിയാണ് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കുക? മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും
ഈ ഒരു കരാറിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഷംസുദ്ദീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിട്ട് ഈ PM ശ്രീയിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ? പലപ്പോഴും നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള മന്ത്രിമാർ കണ്ടുപഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്താതെ വെറുതെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ തരം താഴാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ. ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിട്ട് KM ഷാജിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +2 ബാച്ചുകൾ കൂടുതൽ അനുവദിച്ചു. ഈ എത്ര ഗവൺമെൻറ് സ്കൂളുകൾക്കാണ് +2 ബാച്ചുകൾ കൂടുതലായിട്ട് അനുവദിച്ചിട്ടുള്ളത്? എല്ലാം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകൾക്കാണ് +2 ബാച്ചുകൾ കൂടുതലായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കണം. നമ്മൾ ഇതിനു മുമ്പും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മലപ്പുറം ജില്ലയിൽ അനുവദിക്കപ്പെടുന്ന സ്കൂളുകളിൽ പലതും ഇൻഡിവിജ്വൽസിൻ്റെ പേരിലാണ്, വ്യക്തികളുടെ പേരിലാണ്, അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ആളുകളുടെ പേരിലാണ്. അവിടെയുള്ള ഒരു മുസ്ലിം സമുദായ സംഘടനകൾക്കോ അല്ല ഇത് ലഭിക്കുന്നത്, അല്ലെങ്കിൽ താൽക്കാലികമായി ഉണ്ടാക്കുന്ന ചില സൊസൈറ്റികളുടെ പേരിലാണ് ഈ പല സ്കൂളുകളോടെ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഒരു സമസ്തയുടെയോ അതല്ലെങ്കിൽ എന്തിനേറെ പറയുന്നത് ലീഗിൻ്റെ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ CH സെൻറ്റർ, അങ്ങനെയൊക്കെ അവർക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പേരിൽ എന്തുകൊണ്ടാണ് സ്കൂളുകൾ അനുവദിക്കാതിരിക്കുന്നത്? അവിടെ ശരിക്കും പറഞ്ഞൊരു ബൂർഷ്വാ സംസ്കാരമുള്ള ഒരു പ്രദേശമായിട്ട് മലപ്പുറം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പൈസയുള്ള ആളുകൾ അതിസമ്പന്നർ, പൈസ ഇല്ലാത്ത ആളുകളോ പരമദരിദ്രം എന്ന് ഞാൻ പറയില്ല. കാരണം എല്ലാവരും പണിക്കൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അതിസമ്പന്നരായിട്ടുള്ള കുറേ ആളുകളുടെ നിയന്ത്രണത്തിലാണ് മലപ്പുറം ജില്ല എന്നുള്ളതൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യമല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? കാരണം സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തി +2 ബാച്ചുകൾ അനുവദിക്കുന്നതിന് മാത്രമല്ല മറ്റു പല വിഷയങ്ങളിലും. ഇപ്പോൾ PM ശ്രീയുടെ ആദ്യത്തെ സ്കൂളിൻ്റെ ഒരു നിർദ്ദേശം വരാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതൊക്കെ കാരണം N ഷംസുദ്ദീൻ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, അദ്ദേഹമാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയ്ക്കൊരു പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ടാവും. മലപ്പുറം ജില്ലയും കേരളത്തിൽപ്പെട്ട തന്നെയാണല്ലേ? അവിടെ ജനസംഖ്യ വളരെയധികം ജനസംഖ്യയുണ്ട്. ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് തന്നെ +2 സീറ്റുകളൊക്കെ വർദ്ധിപ്പിക്കണം. അതിനോടൊക്കെ നമ്മൾ യോജിക്കുന്നു. പക്ഷേ അത് ചില സമ്പന്നരായിട്ടുള്ള ചില മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ നമുക്ക് എന്താണ് ചില സംശയങ്ങൾ ഉയർന്നു വരും. തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് സംശയങ്ങൾ ഉയർന്നു വരും. അതുകൂടാതെ തന്നെ ജനസംഖ്യയ്ക്ക് അനുപാതികമായിട്ട് അവിടുത്തെ +2 ബാച്ചുകൾ വർദ്ധിപ്പിക്കാതിരിക്കുന്ന സമയത്ത് മറ്റ് ചില ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് +2-നപ്പുറത്തേക്ക് ആരും പഠിക്കാൻ പാടില്ല എന്നുള്ളത് ആരുടെയെങ്കിലുമൊക്കെ പദ്ധതിയാണോ എന്നുകൂടി പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. KM ഷാജിയൊക്കെ ഇടപെടേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. അതല്ലാതെ മറിച്ച് മതം പറഞ്ഞ് മതമാണ് KM ഷാജിയിലെ പറഞ്ഞേക്കുന്നത്. ആ KM ഷാജിയിൽ നിന്ന് KM ഷാജി ഒരുപാട് മാറണം. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മന്ത്രിയാണ്. ഇത് പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇനിയിപ്പോൾ കേരളം സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പുതിയ കാല രാഷ്ട്രീയത്തിൽ പുതിയ ടെക്നോളജികളെക്കുറിച്ച് KM ഷാജി സംസാരിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുക, ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുക. മറിച്ച് അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് തോന്നുന്നില്ല, മലർപ്പടിക്കാരൻ്റെ സ്വപ്നം മാത്രമായിരിക്കും. ഇതിൽ മറ്റൊരു പ്രശ്നം, ഒരിക്കൽ സ്കൂളുകളുടെ പേര് നിർദ്ദേശിച്ച് ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ സിലബസിൽ ഞങ്ങൾ ഇടപെടും എന്നുകൂടി ജയൻ ചൗധരി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെങ്ങനെ ഈ ലീഗ് അടക്കം നേരിടും? ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ബുദ്ധിപൂർവമായിട്ട് കേരളം നീങ്ങിക്കഴിഞ്ഞാൽ ഈ 2027 കൂടി ഈ പദ്ധതി അവസാനിക്കും. 2027 കൂടി ഈ പദ്ധതി അവസാനിക്കും. വളരെ തന്ത്രപരമായിട്ട് വേണമെങ്കിൽ മുമ്പോട്ട് പോകാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സിലബസിൽ ഇടപെടലുകൾ ഉണ്ടാവും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ PM ശ്രീയുടെ ഫുൾ ഫോം എടുത്ത് മാത്രം പരിശോധിച്ചാൽ മതി. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു H ഉണ്ട്. ഈ H ആണ് പ്രശ്നം. PMSRI എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഒരു H കയറി വരുന്നുണ്ട്. ഈ H ആണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ഇതിനു മുമ്പ് നമ്മൾ ഡോക്ടർ ജോർജ് സാറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PM ശ്രീ എന്ന് പറയുന്നത് തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പൈസ സംസ്ഥാനത്തിൽ വാങ്ങിച്ചെടുക്കാം. പക്ഷേ ധാരണാപത്രത്തിൽ സൈൻ ചെയ്തപ്പോൾ അതൊരു കരാറാണ് എന്നൊക്കെ പറയുന്ന KM ഷാജിയുടെ ഒരു നിലവാരത്തെ തന്നെ കേരളം ചോദ്യം ചെയ്യൂലേ? ഒരു സാധാരണ ഒരു കരാർ ഉണ്ടാക്കുന്നു, ആ കരാറിന് ശേഷമാണല്ലോ ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുക. അപ്പോൾ എഗ്രിമെൻ്റ് എന്താണെന്നും MOU എന്താണെന്നും എങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഈ PM ശ്രീയെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാണ്ട് KM ഷാജി പറയുന്നത് മറ്റൊരു കാര്യമുണ്ട്. അതൊന്നും ഞാൻ തെരുവിൽ നടത്തിയ പ്രസംഗം എന്നല്ലേന്ന്. ഇത് അദ്ദേഹത്തെ കേൾക്കാൻ വരുന്ന, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ അത്?
ഒന്ന് ആലോചിച്ച് നോക്കുക, ഇദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ, അത് ഞാൻ നടത്തിയത് കവലയിൽ നടത്തിയ പ്രസംഗമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന ആളുകൾക്ക് എന്ത് വിലയാണ് ഇദ്ദേഹം നൽകിയിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് മന്ത്രിമാർക്ക്, കേരളത്തിലെ VD സതീശൻ സർക്കാരിന് തന്നെ നാണക്കേടായി മാറിക്കൊണ്ടിരിക്കുകയാണ് KM ഷാജി എന്ന മന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ നേതൃത്വമോ തന്നെ KM ഷാജിക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേ പറ്റൂ. കാരണം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. മാധ്യമങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയല്ല അവരുടെ ജോലി എന്ന് പറയുന്നത്. അത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നേ. കാരണം ഓരോ പ്രാവശ്യം പറയുന്ന കള്ളങ്ങൾക്കും അതിന് എതിരെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. ആ ചോദ്യങ്ങളെയൊക്കെ വളരെ സഹിഷ്ണുതയോട് കൂടിയിട്ടല്ലേ സമീപിക്കേണ്ടത്. മറിച്ച് അതിനോടെല്ലാം ഒരു എതിരഭിപ്രായം പറഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരൊക്കെ പണ്ട് പറഞ്ഞിരുന്ന രാഷ്ട്രീയത്തിനൊക്കെ പിന്നെ എന്താണ് പ്രസക്തിയുള്ളത്? അവരുടെ മുമ്പിൽ പിണറായി വിജയനായിരുന്നു ഏറ്റവും വലിയ മാധ്യമ വിരോധി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നോ? അപ്പോൾ അതിനുശേഷം ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പോലുള്ള മന്ത്രിമാർ ഈ മന്ത്രിസഭയ്ക്കകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ T സിദ്ദിഖിനെ പോലെയും M ലിജുവിനെ പോലെയും PC വിഷ്ണുനാഥിനെ പോലെയും റോജി M ജോണിനെ പോലെയും OJ ജനീഷിനെ പോലെയൊക്കെയുള്ള മന്ത്രിമാരിനകത്തുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കണ്ടു പഠിക്കുക. അതിനുശേഷം നിങ്ങൾ സംസാരിക്കേണ്ട രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോൺ ബ്രിട്ടാസ് ദേശീയ തലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടത് ലീഡറാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം പോയിരുന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ രാഷ്ട്രീയം സംസാരിക്കുന്നത് വളരെ കൃത്യതയോടുകൂടി വേണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ KM ഷാജിയോട് നടത്താനുള്ളൂ. KM ഷാജിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.